وَلْتَكُنْ مِنْكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ. الحمد لله والصلاة والسلام على رسول الله وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد، قال الإمام البربهاري رحمه الله: والسمع والطاعة للأئمة فيما يحب الله ويرضى، ومن ولي الخلافة بإجماع المسلمين بإجماع الناس عليه ورضاهم به فهو أمير المؤمنين. ഇമാം ബർബഹാരി റഹ്മഹുല്ലാഹ് സലഫുകളുടെ സഹാബത്തിൻ്റെ വിഷയത്തിലുള്ള അഖീദ വിവരിച്ചതിന് ശേഷം ഭരണാധികാരികളോടുള്ള നിലപാടിനെ സംബന്ധിച്ചാണ് വിവരിക്കുന്നത്. ഈ ഒരു വിഷയം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയിൽപ്പെട്ടുള്ള വിഷയമാണ് മുസ്ലിം ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു: വസ്സംഉ വത്വാഅ ലിൽ അഇമ്മതി ഫീമാ യുഹിബ്ബുല്ലാഹു വയർദ. അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന വിഷയത്തിൽ ഭരണാധികാരികളെ അനുസരിക്കുകയും അവരെ കേൾക്കുകയും ചെയ്യുന്നത്, അവർക്ക് വിധേയപ്പെടുന്നത്, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയിൽപ്പെട്ടതാണ്, സുന്നത്തിൽപ്പെട്ടതാണ്. വമൻ വലിയൽ ഖിലാഫത ബിഇജ്മാഇ അന്നാസി അലൈഹി വറിദാഹും ബിഹി ഫഹു അമീറുൽ മുഅ്മിനീൻ. ഒരാൾ ഖിലാഫത്ത് ഏറ്റെടുക്കുകയാണ്, ജനങ്ങൾ എല്ലാവരും ബൈഅത്ത് ചെയ്തുകൊണ്ട് എല്ലാവരും ഖലീഫയാണെന്നുള്ള കാര്യത്തിൽ ഏകോപിച്ചുകൊണ്ട് ഒരാൾ ഖിലാഫത്ത് ഏറ്റെടുക്കുകയാണ്. അതുപോലെ ജനങ്ങളുടെ തൃപ്തിയാൽ എങ്കിൽ അയാൾ അമീറുൽ മുഅ്മിനീനാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കരുതണം. ലാ യഹില്ലു ലി അഹദിൻ അൻ യബീത ലൈലതൻ വലാ യറ അലൈസ അലൈഹി ഇമാം ബർറൻ കാന ഔ ഫാജിറ. ഒരാളുടെ മേലും ഹലാലല്ല ഒരു രാത്രി പോലും കഴിച്ചു കൂട്ടുന്നത്. തൻ്റെ ഭരണാധികാരിക്ക് ബൈഅത്ത് ചെയ്യാതെ തൻ്റെ മേൽ ഒരു ഇമാം ഇല്ല എന്ന് കരുതിക്കൊണ്ട് ഒരാൾ പോലും ഒരു രാത്രി പോലും കഴിച്ചു കൂട്ടാൻ പാടില്ല. ആ ഭരണാധികാരി നല്ല ഭരണാധികാരിയാണെങ്കിലും ഔ ഫാജിറൻ തെമ്മാടിയാണെങ്കിൽ പോലും, അപ്പോൾ ഭരണാധികാരി നല്ല ആളാണെങ്കിലും ചീത്ത ആളാണെങ്കിലും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും അടിസ്ഥാന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു: യാ അയ്യുഹല്ലദീന ആമനു അത്തിഉ അല്ലാഹ വ അത്തിഉ റസൂൽ വ ഉലിൽ അംരി മിൻകും. അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, റസൂലിനെ നിങ്ങൾ അനുസരിക്കുക, വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഭരണകർത്താക്കന്മാരെയും നിങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ അർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്: ഊസീകും ബിതഖ്വല്ലാഹ് വസ്സംഇ വത്വാഅ. ഞാൻ നിങ്ങൾക്ക് വസിയ്യത്തായി നൽകുന്നത് തഖ്വ കൊണ്ടാണ് വസിയ്യത്ത് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ വസ്സംഇ വത്വാഅ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. വ ഇൻ തഅമ്മറ അലൈക്കും അബ്ദ്, നിങ്ങളുടെ മേൽ ഒരു അടിമയാണ് അമീറായിക്കൊണ്ട് ഭരണാധികാരിയായിക്കൊണ്ട് വരുന്നതെങ്കിൽ പോലും. അപ്പോൾ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്തിമ വസിയ്യത്ത് ചോദിച്ച സമയത്ത് രണ്ട് കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞത്. ഒന്ന്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. പിന്നെ എന്ത് ചെയ്യണം? ഭരണാധികാരികളുടെ കീഴിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വളരെ അനുസരണയുള്ള പ്രജകളായിട്ട് നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ്? ഖിലാഫത്ത് ഏറ്റെടുത്തിട്ടുള്ളത് മുസ്ലിമീങ്ങളുടെ ഇജ്മാഅോട് കൂടിയാണെങ്കിൽ അയാൾ എന്താണ്? അമീറുൽ മുഅ്മിനീനാണെന്ന്. ജനങ്ങൾ ഏകോപിച്ചുകൊണ്ട്, ജനങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് ഒരാൾ എന്ത് ചെയ്യാണ്? മുസ്ലിം ലോകത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണെങ്കിൽ അയാൾ അമീറുൽ മുഅ്മിനീനാണെന്ന്. യഥാർത്ഥത്തിൽ ഖിലാഫത്ത് ആകട്ടെ, അതല്ലെങ്കിൽ ഇമാമത്ത്, ഭരണ അധികാരം, അത് 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ സാധ്യത ഉണ്ടായിത്തീരുന്നത്. അത് ഷെയ്ഖ് ഫൗസാൻ
ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യുക, മുസ്ലിമീങ്ങൾ എല്ലാവരും ബൈഅത്ത് ചെയ്തുകൊണ്ട് ആദ്യം അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ കാരണവന്മാരും പണ്ഡിതന്മാരും കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് എല്ലാവരും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുകയും ചെയ്താൽ പിന്നീട് അയാൾ എന്തായി, ഭരണാധികാരിയായി. ഇനി ഖലീഫ എന്നുള്ള ആ ഉന്നതമായ സ്ഥാനത്തിലേക്കാണെങ്കിൽ ഖലീഫ ആയി തീർന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ എന്താണ് അമീറാണ്, ഗവർണറാണെന്ന് വിചാരിക്കുക. എങ്കിൽ അയാൾ ഈ ഏത് സ്ഥാനങ്ങളാകട്ടെ ഈ തരത്തിൽ ആ നാട്ടുകാർ മുഴുവൻ എന്ത് ചെയ്യാണ്, ഏകോപിച്ചുകൊണ്ട് ആദ്യം അയാൾ എന്ത് ചെയ്യാണ്, അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് തിരഞ്ഞെടുക്കുകയും എന്നിട്ട് എന്ത് ചെയ്യാണ്, ജനങ്ങൾ ബൈഅത്ത് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എന്തായി തീർന്നു, ഭരണാധികാരിയായി തീർന്നു എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ഒരു ഭരണാധികാരി മരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, വസിയത്ത് ചെയ്യുകയാണ്, എനിക്ക് ശേഷം എന്ത് ചെയ്യണം, ഇന്ന ആളാണ് എന്ത് ചെയ്യേണ്ടത്, എൻ്റെ കിരീടാവകാശിയായിട്ട് വരേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ പിന്മുറക്കാരനായിട്ട് വരേണ്ടത് എന്ന് വസിയത്ത് ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതിയുണ്ട്. അതിൻ്റെ ഉദാഹരണമാണെന്ത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തു, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ശേഷം ഞാൻ ആഗ്രഹിക്കുന്നത് ഉമർ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന്. അപ്പോൾ പിന്നീട് മുസ്ലിമീങ്ങൾ അതെന്ത് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുന്നതോടുകൂടി എന്തായി തീർന്നു, അദ്ദേഹം എല്ലാ അർത്ഥത്തിലും സാധ്യതയുള്ള ഭരണാധികാരിയായി തീരുകയാണ് ചെയ്യുക. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്, വഇദ തഗല്ലബ വാഹിദു മിൻ മുസ്ലിമീൻ, ഒരു മുസ്ലിമീങ്ങളിൽപ്പെട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു മറ്റൊരു ഭരണകർത്താവ് അല്ലെങ്കിൽ ഒരു സൈനിക തലവൻ ഇങ്ങനെ വന്നുകൊണ്ട് ഒരു സൈന്യവുമായിട്ട് വന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, നിലവിലുള്ള ഭരണാധികാരി കീഴ്പ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, അധികാരം പിടിച്ചെടുക്കുകയാണ്. എങ്കിൽ ആ പിടിച്ചെടുത്ത ആൾ എന്ത് ചെയ്യാണ്, പിന്നീട് ഭരണാധികാരി ആവുകയാണെങ്കിൽ ആ രീതിയിൽ എന്തായി തീരും, ഭരണാധികാരി ആകാനും സാധിക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, അങ്ങനെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ആ തരത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ശേഷം ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നു, വൽ ഹജ്ജ് വൽ ഗസ്വു മഅൽ ഇമാമി മാദിൻ, ഹജ്ജ് അതുപോലെ തന്നെ യുദ്ധം, ജിഹാദ്, ഇതെല്ലാം ഭരണാധികാരിയുടെ കൂടെ അതിൽ നമ്മൾ പങ്കുചേരുക എന്നുള്ളത് അത് കാലാകാലമായി നിവർത്തിച്ചു പോരുന്ന എന്താണ്, ചര്യയാണ്. അതെന്താണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ രീതി അങ്ങനെയാണ്. ആരുടെ കൂടെയാണ് നമ്മൾ ഹജ്ജ് നിർവഹിക്കുക, ഭരണാധികാരിയുടെ കൂടെ. അതുപോലെ തന്നെ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ്, ഭരണാധികാരിയാണ്. അതുപോലെ തന്നെ വസലാത്തുൽ ജുമുഅത്തി ഖൽഫഹും ജائزة, അവരുടെ പുറകിൽ ജുമുഅ നിസ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഭരണാധികാരി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അൽ അഹ്കാമുസ് സുൽത്താനിയ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അബൂ യഅല അൽ ഹംബലിയുടെ, മാവർദിയുടെ ഒക്കെ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അതിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പെട്ടിട്ടുള്ളതാണത് ഹജ്ജ്, അതുപോലെ തന്നെ ജിഹാദ്, അതുപോലെ തന്നെ നിസ്കാരം. ഇതെല്ലാം നമ്മൾ നിർവഹിക്കേണ്ടത് എന്താണ്, മുസ്ലിം രാഷ്ട്രങ്ങളിൽ അവരുടെ ഭരണാധികാരിയുടെ കീഴിലാണ്, അല്ലെങ്കിൽ അവരുടെ പുറകിലാണ്, അല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ആളുകളുടെ പുറകിലാണ് എന്ത് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഹജ്ജത്തുൽ വദാഇന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. അതിന് മുമ്പ് ഒരു ഹജ്ജ് എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിമീങ്ങൾ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത ആരാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹി എന്ത് ചെയ്താണ്, പകരക്കാരനായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യാണ്, നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ജിഹാദിന് പോകുന്ന സമയത്ത്, ഇപ്പോൾ ബദർ യുദ്ധത്തിന്, ഉഹദ് യുദ്ധത്തിൽ, ഖന്തഖ് യുദ്ധം, ഇതിലൊക്കെ ആരാണ് നേതൃത്വം കൊടുക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇനി ചില യുദ്ധങ്ങൾ റസൂലുള്ളാഹി നേരിട്ട് പോകില്ല, അവിടെ എന്ത് ചെയ്യും, അതിന് പകരക്കാരായിട്ട് ഉമറാക്കൾ എന്ത് ചെയ്യും, റസൂലുള്ളാഹി നിശ്ചയിക്കും. അപ്പോൾ അവരുടെ പുറകിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആ തരത്തിലുള്ള ജിഹാദുകളിൽ പങ്കെടുക്കേണ്ടത്. ഈ തരത്തിൽ എന്താണ് മുസ്ലിം രാഷ്ട്രങ്ങളിലെ കാര്യം ഇതാണ്. അതുപോലെ തന്നെ ഖിലാഫത്തിൻ്റെ കാലയളവിലൊക്കെ, അതുപോലെ തന്നെ നിസ്കാരങ്ങൾ, ജുമുഅ നിസ്കാരങ്ങൾ, ഈദ് നിസ്കാരങ്ങൾ, ഇതെല്ലാം യുസല്ലി ബഅദഹ സിത്ത റക്അഅത്തിൻ. അപ്പോൾ ഇവിടെ ഭരണാധികാരിയുടെ പുറകിൽ പിന്നിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പങ്കെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് സ്വലാത്തുൽ ജുമുഅയെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു മസ്അലയും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ബർബഹാരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അതെന്താണ്, വയുസല്ലി ബഅദഹ സിത്ത റക്അഅത്തിൻ, ജുമുഅക്ക് ശേഷം 6 റക്അത്ത് നിസ്കരിക്കുക.
യഫ്സുലു ബൈന കുല്ലി റക്അതൈൻ, എല്ലാ 2 റക്അത്തിനിടയിൽ എന്ത് ചെയ്യുക, സലാം വീട്ടിക്കൊണ്ട്. ഹാക്കദാ ഖാല അഹ്മദ് ഇബ്നു ഹംബൽ, അപ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മഹുല്ലാ പറഞ്ഞിട്ടുള്ളത് എന്ന്. യഥാർത്ഥത്തിൽ ഇതൊരു കേവല ഫിഖ്ഹിയായ മസ്അലയാണ്. അതിലെന്തുണ്ട്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിൽ നിന്ന് 2 അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. അത് 6 റക്അത്താണെന്നുള്ള അഭിപ്രായം വന്നിട്ടുണ്ട്, അതല്ല 2 അല്ലെങ്കിൽ 4 ആണെന്നുള്ള അഭിപ്രായം. ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താണ്, ചുരുങ്ങിയത് 2 കൂടിയത് എത്ര 4 എന്നുള്ളതാണ്. ആ വിഷയത്തിലാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും മറ്റു ധാരാളം സഹാബിമാരുടെ ഹദീസുകൾ വന്നിട്ടുള്ളത്. ശേഷം പ്രഭാകർ റഹ്മത്തുള്ളാഹി പറയാണ്, വൽ ഖിലാഫത്തു ഫി ഖുറൈശിൻ ഇല അൻ യൻസില ഈസ ഇബ്നു മറിയം. ഖിലാഫത്തിന് ഏറ്റവും യോഗ്യരായിട്ടുള്ളത് ആരാണ്, ഖുറൈശികളാണ്. ഖുറൈശ് ഗോത്രത്തിലുള്ള ആളുകളാണ് ഖിലാഫത്തിന് ഏറ്റവും യോഗ്യരായിട്ടുള്ളത്. ഇല അയ്യൻസില ഈസ ഇബ്നു മറിയം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് വരെ എന്തുണ്ടാകും, ആ തരത്തിലുണ്ടാകും. അവസാനത്തെ ഖലീഫയായിട്ടുണ്ടാവുന്ന ആളാരാണ്, മഹ്ദിയാണ്. മഹ്ദി ആരാണ്, ഖുറൈശിയാണ് അല്ലേ, ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ്, ഭരണത്തിന് യോഗ്യരായിട്ടുള്ള സലാഹ് കൊണ്ടും അതുപോലെ തന്നെ അറിവ് കൊണ്ടും നൈപുണ്യം കൊണ്ടൊക്കെ യോഗ്യരായിട്ടുള്ള ഒരു 3 ആളുകളുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഖുറൈശി ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും യോഗ്യത ആർക്കാണ്, ഖുറൈശികളിൽപ്പെട്ടുള്ള ആളാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഇമ്മതു മിൻ ഖുറൈശ്, ഭരണാധികാരികൾ ഖുറൈശികളിൽ നിന്നായിരിക്കുക എന്നുള്ളതാണ്. ഖദ്ദിമു ഖുറൈശൻ, നിങ്ങൾ ഖുറൈശികൾക്ക് മുൻഗണന നൽകുക. ഈ തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അൻസാരികളും തമ്മിൽ റസൂലുള്ളാഹിക്ക് ശേഷം ആരാണ് എന്ത് ചെയ്യേണ്ടത്, മുസ്ലിമീങ്ങളുടെ അധികാരം ഏറ്റെടുക്കേണ്ടതെന്നുള്ള കാര്യം സഖീഫത്തു ബനി സായിദ എന്ന് പറയുന്ന ഒരു ചായ്പിൽ വെച്ചുകൊണ്ട്, ഒരു ടെൻറ്റിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്തു. അവിടെ ആദ്യം അവർ കരുതിയത് എങ്ങനെയാണ്, അൻസാരികൾ കരുതിയത് അവരാണ് എന്ത് ചെയ്യുന്നത്, അധികാരികളായി വരിക എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് എന്ത് ചെയ്തു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് അവർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, മിന്ന അമീർ വമിൻകും അമീർ, ഞങ്ങളിൽ നിന്ന് ഒരു അമീർ, നിങ്ങളിൽ നിന്ന് ഒരു അമീർ, അങ്ങനെ ഭരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്, ഇന്നൽ അറബ ലാ തുദീനു ബിഹാദിൽ അംറി ഇല്ലാ ലിഹാദിൽ ഹയ്യ മിൻ ഖുറൈശ്. അറബികൾ ആർക്ക് മാത്രമാണ് കീഴ്പ്പെടുകയുള്ളൂ, ഖുറൈശ് ഗോത്രത്തിന് മാത്രമേ കീഴ്പ്പെടുകയുള്ളൂ എന്നുള്ള കാര്യവും, ഖുറൈശ് ഗോത്രത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഖിലാഫത്തിന് ഏറ്റവും അർഹതയുള്ളത് എന്ന വിഷയത്തിലുള്ള ഹദീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് ഒരാ ഖലീഫ ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ ആ ഖിലാഫത്ത് എന്താണ് സാലിഹായിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ അർഹതയില്ലാത്ത ഖിലാഫത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും യോഗ്യർ ആരാണ്, ഖുറൈശികളാണ്. ഖുറൈശികളുണ്ടെങ്കിൽ അവർക്കാണ് പരിഗണന കൂടുതൽ കൊടുക്കേണ്ടത്, അവർക്കാണ് മുൻഗണന നൽകേണ്ടത്. ഇല അയ്യൻസില ഈസ ഇബ്നു മറിയം, ഈസ ഇബ്നു മറിയം, ഈസാ നബി ഇറങ്ങി വരുന്നവരെ. അപ്പോൾ ഈസാ നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇറങ്ങി വരുന്ന സമയത്ത് മുസ്ലിമീങ്ങളുടെ ഖലീഫ ആരായിരിക്കും, മഹ്ദി ആയിരിക്കും. മഹ്ദി ആരാണ്, ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരക്കുട്ടികളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഹദീസുകൾ നമുക്കറിയാവുന്നതാണ്. ശേഷം ബർബഹാർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, വമൻ ഖറജ അല ഇമാമിൻ മിൻ അയിമത്തിൽ മുസ്ലിമീൻ, മുസ്ലിം ഭരണാധികാരികളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ എതിരിൽ ഒരാൾ പുറപ്പെടുകയാണെന്ന് വിചാരിക്കുക, ഫഹുവ ഖാരിജിയുൻ, അയാളാണ് ഖാരിജി. അപ്പോൾ ആരാണ് ഖവാരിജ് അല്ലെങ്കിൽ ഖാരിജി ആരാണ്, ഖാരിജിയൻ കൂട്ടത്തിനാണ് ഖവാരിജ് എന്ന് പറയുക, ജംആണ് ഖവാരിജ് അല്ലേ. ആരാണ് ഖവാരിജുകൾ എന്ന് പറയുന്നത്, അതാണ് മുസ്ലിം ഭരണാധികാരികൾക്കെതിൽ വിപ്ലവം നയിക്കുന്ന ആളുകൾ. അപ്പോൾ ഇസ്ലാമികപരമായിട്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു ഭരണാധികാരിക്കെതിരിൽ, ഏതെങ്കിലും ഒരു ഭരണാധികാരിക്കെതിരിൽ അയാളുടെ അടുത്തുള്ള ഒരു തിന്മയുടെ കാരണത്താലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, അയാൾക്കെതിരിൽ പുറപ്പെടുകയാണ്, വിപ്ലവം നയിക്കുകയാണെങ്കിൽ അയാൾ ഖാരിജിയാണ്. അത് വാളുകൊണ്ടാകണം നിർബന്ധമില്ല അല്ലേ. ഒന്നാമത്തെ അതിൻ്റെ രൂപമാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ വീതിക്കുന്ന സമയത്ത് ദുൽ ഖുവൈസിറ തമീമി എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുന്നിട്ടുള്ളത്, റസൂലുള്ളാഹിനോട് പറഞ്ഞത് ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദെ നീ നീതി കാണിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ വാള് കൊണ്ടും ആയുധം കൊണ്ട് പുറപ്പെടണമെന്നില്ല, വാക്കുകൾ കൊണ്ടായാലും മതി. അപ്പോൾ മിമ്പറുകളിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ
ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കുന്നത് എന്താണ്? ഖുറൂജാണെന്ന് സാരം. അപ്പോൾ വഖദ് ഷഖ്ഖ അസൽ മുസ്ലിമീൻ, അങ്ങനെ ചെയ്യുന്ന ആളുകൾ, ഭരണാധികാരികൾക്കെതിരിൽ പുറപ്പെടുന്ന ആളുകൾ, ഭരണാധികാരിക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ, അവർ മുസ്ലിമീങ്ങളുടെ ഐക്യമാണ് എന്ത് ചെയ്യുന്നത്? തകർക്കുന്നത്. വഖാലഫൽ ആഥാർ, ഭരണാധികാരി കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നുള്ള വിഷയത്തിലുള്ള ആധാറുകളെ എതിരിടുകയാണ് ചെയ്യുന്നത്. ആ ആധാറുകളെ തള്ളിക്കളയുകയും അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. മീതത്തുൻ ജാഹിലിയ, അങ്ങനെ ഒരാൾ മരിക്കുകയാണെങ്കിൽ മരിക്കുന്നത് എങ്ങനെയാണ്? ജാഹിലി മരണമാണ് മരിക്കുന്നത്. ഭരണാധികാരിക്ക് എതിരിലായിക്കൊണ്ട് ഭരണാധികാരികളെ അനുസരിക്കാതെ മരിക്കുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ ഖവാരിജുകളുടെ പ്രധാനപ്പെട്ട 2 ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഇതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഭരണാധികാരികൾക്കെതിരിൽ പുറപ്പെടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം മുസ്ലിമീങ്ങളെ അവരുടെ തിന്മകൾ കൊണ്ട്, മുക്കഫറത്തല്ലാത്ത തിന്മകൾ കൊണ്ട് എന്താണ്? തക്ഫീർ ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് ഖവാരിജുകളുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വൻ പാപങ്ങൾ കാരണത്താൽ, അല്ലെങ്കിൽ ഭരണാധികാരികൾ അവരുടെ ഭാഗത്തുള്ള ചില തിന്മകൾ കാരണത്താൽ അവർ കള്ളുകുടിക്കുന്നു, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു, അവരുടെ അടുത്ത് ഇന്ന തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തക്ഫീർ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആധുനിക കാലത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഖവാരിജുൽ ആസറിന് ഇതേ ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. സയ്യിദ് ഖുതുബിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റിയെ മൊത്തം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇർത്തദ്ദത്തിൽ ഉമം, സമൂഹം മുഴുവൻ എന്ത് ചെയ്ത്? ഇർത്തദ്ദത്തിൽ ബശരിയ, ഈ സമുദായം മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്? മനുഷ്യരാജ്യം മുഴുവനെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഭരണാധികാരികൾക്കെതിരിൽ സംസാരിക്കുന്നു. അതുപോലെ തന്നെ അയാൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അയാൾ അവസാനം എഴുതിയിട്ടുള്ള കിതാബാണ് ലിമാദ അദമൂനി എന്ന് പറയുന്നത്. ആ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ത്? അയാൾ അവിടുത്തെ ഭരണാധികാരിയെ കൊല്ലാൻ പ്ലാൻ ഇടുന്നതും, അവിടുത്തെ ഡാമുകളും പാലങ്ങളും ഒക്കെ തകർക്കാൻ പ്ലാൻ ഇടുന്നതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശേഷം ബർബഹാരി റഹ്മത്തുള്ളാഹി പറയാണ്, വലാ യഹില്ലു ഖിതാലു സുൽത്താൻ, ഭരണാധികാരികളോട് യുദ്ധം ചെയ്യൽ ഹലാലല്ല. വലൽ ഖുറൂജു അലൈഹി വ ഇൻജാർ, അവർക്കെതിരിൽ പുറപ്പെടലും ഹലാലല്ല. അവരിനി എന്തായാലും അക്രമകാരികളാണെങ്കിലോ അല്ലെങ്കിൽ തെമ്മാടികളാണെങ്കിൽ പോലും ഭരണാധികാരികൾ. വദാലിക ലഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാരണത്താൽ ലി അബി ദർറിനിൽ ഗിഫാരി, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അസ്ബിർ വ ഇൻ കാന അബ്ദൻ ഹബശിയൻ, ഭരണാധികാരിയോട് എന്ത് ചെയ്യാൻ? നീ ക്ഷമിച്ചുകൊണ്ട് അനുസരിച്ച് നിൽക്കുക. ആ ഭരണാധികാരി ഒരു ഹബശിയായിട്ടുള്ള, അബിസീനിയക്കാരനായിട്ടുള്ള, എത്യോപ്യക്കാരനായ അടിമയാണെങ്കിൽ പോലും എന്ന്. അപ്പോൾ അതുപോലെ തന്നെ വഖൗലിഹി ലിൽ അൻസാരി ഇസ്ബിറു ഹത്ത തൽഖൗനി അലൽ ഹൗദ്, നിങ്ങൾ ക്ഷമിക്കുക, ഭരണാധികാരികൾക്ക് വേണ്ടി ക്ഷമിക്കുക, എന്നെ ഹൗദിൻ്റെ അടുക്കൽ കണ്ടുമുട്ടുന്നത് വരെ. അപ്പോൾ അങ്ങനെ ക്ഷമിച്ച് ഭരണാധികാരികളെ, മുസ്ലിം ഭരണാധികാരികൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് മരണം വരിക്കുന്നവർക്കാണ് എന്ത് ചെയ്യുക? റസൂലുള്ളാഹിൻ്റെ ഹൗദിൽ നിന്ന് കുടിക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുക. വലൈസ മിന സുന്നത്തി ഖിതാലു സുൽത്താൻ, ഭരണാധികാരികളോട് യുദ്ധം ചെയ്യുക എന്നുള്ളത് സുന്നത്തിൽപ്പെട്ടതല്ല. ഫഇന്ന ഫീഹി ഫസാദു ദുനിയ വദ്ദീൻ, അത് ദീനിലും ദുനിയാവിലും ഫസാദ് ഉണ്ടാക്കുന്നതാണത്. അതുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്ന ഖവാരിജുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും അധികം എന്ത് ചെയ്തിട്ടുള്ളത്? കോപിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. ഷർറുൽ ഖൽഖി തഹ്ത അദീമി സമാ, ആകാശത്തിന് കീഴിലുള്ള ഏറ്റവും ചീത്തയായിട്ടുള്ള മനുഷ്യന്മാർ ആരാണ്? ഖവാരിജുകളെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കിലാബുന്നാർ, നരകത്തിലെ നായ്ക്കളാണെന്ന് പറഞ്ഞു. ഈ തരത്തിലൊക്കെ വിശേഷിപ്പിക്കാനുള്ള കാരണം, അതുപോലെ തന്നെ അവരോട് യുദ്ധം ചെയ്യാൻ ഉള്ള കൽപ്പന ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്? ഇവർ ദീനിനെയും ദുനിയാവിനെയും ഒക്കെ ഫസാദാക്കുന്ന ആളുകളാണ്. ശേഷം പറഞ്ഞു, യഹില്ലു ഖിതാലുൽ ഖവാരിജി ഇദാ അറദു ലിൽ മുസ്ലിമീന ഫി അംവാലിഹിം അൻഫുസിഹിം വഅഹ്ലിഹിം, ഖവാരിജുകളോട് യുദ്ധം ചെയ്യൽ അനുവദനീയമാണ്. അപ്പോൾ കാരണം എന്താണ്? അവർ മുസ്ലിമീങ്ങളുടെ സമ്പത്തിനോ അവരുടെ ശരീരങ്ങൾക്കോ അവരുടെ കുടുംബക്കാർക്കോ ഒക്കെ എതിരിൽ
തിരിയുകയാണെങ്കിൽ, അതിന് ഉപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ അവരോട് യുദ്ധം ചെയ്യൽ എന്താണ്? അനുവദനീയമാണ്. ഈ തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സഹാബിമാർ ഖവാരിജുകളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. നെഹ്റുവാൻ യുദ്ധം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വലൈസ ലഹു ഇദാ ഫാറഖൂഹും അൻ യത്ലുബഹും വലാ അൻ യുജ്ഹിസ അലാ ജരീഹിഹിം വലാ അൻ യഅഖുദ ഫൈഅഹും വലാ യഖ്തുലു അസീറഹും വലാ യത്തബിഉ മുദ്ബിറഹും എന്ന്. അപ്പോൾ ഈ തരത്തിൽ ഖവാരിജുകളിൽപ്പെട്ടുള്ള ആളുകൾ അവരിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവരോട് യുദ്ധം ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ അവരിൽ മുറിവ് പറ്റിയ ആളുകളെ അവർക്കെതിരിൽ എന്ത് ചെയ്യേണ്ടതില്ല? തിരിയേണ്ടതില്ല. അതുപോലെ തന്നെ ഗനീമത്ത് എടുക്കാൻ പാടില്ല ഇവരോട് യുദ്ധം ചെയ്യുന്ന സമയത്ത്. കാരണം മുസ്ലിമീങ്ങൾപ്പെട്ടുള്ള ആളുകൾ തന്നെയാണ്, പക്ഷേ എന്താണ്? ബുഗാത്താണ്. അതുപോലെ വലാ യഖ്തുലു അസീറഹും, അവരിൽ നിന്ന് പിടിക്കപ്പെടുന്ന ബന്ദികളെ കൊല്ലാൻ പാടില്ല. അതുപോലെ വലാ യത്തബിഅ മുദ്ബിറഹും, അവരിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന ആളുകൾ, യുദ്ധത്തിന് നിന്ന് പിന്തിരിഞ്ഞോടുകളെ അവർ പിന്തുടർന്ന് പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? അവർ ഷർറ് മതിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശേഷം പറഞ്ഞു വഅലം റഹിമക്കല്ലാഹ് അന്നഹു ലാ തഅത ലിബശരിൻ ഫി മഅസിയത്തില്ലാഹ് അസ്സ വജൽ. അള്ളാഹുവിൻ്റെ ധിക്കാരത്തിൽ ഒരു മനുഷ്യനും എന്തില്ല? അനുസരണമില്ല എന്നുള്ളതാണ്. അപ്പോൾ മുസ്ലിം ഭരണാധികാരികളെ ഇനി അവർ തെമ്മാടികളാണെങ്കിലും വാലിമീങ്ങളാണെങ്കിലും നമ്മൾ അനുസരിക്കണം. പക്ഷേ ഏത് വിഷയത്തിലേ അനുസരിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിന് താഴത്താകുന്ന വിഷയത്തിൽ, ശരീഅത്തിനെതിരാകാത്ത കാര്യത്തിൽ. ഇനി ശരീഅത്തിനെതിരാകുന്ന കാര്യത്തിൽ എന്തെങ്കിലും അവർ വിധിക്കുകയോ നിയമമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ എന്താണ്? ഫല വല സമഅ വല താഅ, ആ വിഷയത്തിൽ കേൾക്കുകയോ അനുസരിക്കുകയും ചെയ്യാൻ പാടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ താഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖായ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ഒരു മഖ്ലൂഖിനും അനുസരണയില്ല എന്നുള്ളത്. എന്നതിൻ്റെ അർത്ഥം ഭരണാധികാരിയെ മുഴുവനായിട്ട് അനുസരണയിൽ നിന്ന് എടുത്തു കളയുക അല്ലെങ്കിൽ ധിക്കരിക്കുക എന്നുള്ളതല്ല അർത്ഥം. ആ വിഷയത്തിൽ അപ്പം അനുസരണയില്ല എന്നുള്ളതാണ്. വമൻ ഖാന മിൻ അഹ്ലിൽ ഇസ്ലാം വലാ യുഷ്ഹദു ലിഅഹദിൻ വലാ യുഷ്ഹദു ലഹു ബിഅമലി ഖൈറിൻ വലാ ശർ ഫഇന്നക ലാ തദ്രി ബിമാ യുഖ്തമു ലഹു ഇൻദൽ മൗത്ത്. ഇനി മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ, ആ ഒരാൾ മരിക്കുകയാണ്. ആ മരിക്കുന്ന ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അയാൾ വലിയാണെന്നോ അയാൾ സാലിഹാണെന്നോ നമുക്ക് സാക്ഷി പറയാൻ പറ്റൂല. അതല്ലെങ്കിൽ അയാൾ സ്വർഗാവകാശിയാണ് അല്ലെങ്കിൽ ഇന്നാൾ നരകാവകാശിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല. വലാ യുഷ്ഹദു ലഹു ബിഅമലി ഖൈറിൻ ഔ ശർ, ഖൈർ ചെയ്ത ആളാണെന്നോ ഷർ ചെയ്ത ആളാണെന്നോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഫഇന്നക ലാ തദ്രി ബിമാ യുഖ്തമു ലഹു ഇൻദൽ മൗത്ത്. ഒരാൾ മരിക്കുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ഖാത്തിമത്താണ് ഒരാൾക്ക് വന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ മുൻകഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിൻ്റെ നസ്സായിട്ടുള്ള ഹദീസോ ആയത്തോ വന്നിട്ടില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് ഒരാൾ സ്വർഗത്തിലാണെന്നോ വലിയാണെന്നോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തേ പറയാൻ പറ്റുള്ളൂ? നഹ്സബുഹു കദാലിക വല്ലാഹു ഹസീബു. നമ്മൾ അങ്ങനെയാണ് കരുതുന്നത്. അള്ളാഹുവാണ് എന്ത് ചെയ്യുന്നത്? അയാളുടെ യഥാർത്ഥ അവസ്ഥ അറിയുന്നതെന്നേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ തർജു ലഹു റഹ്മത്തല്ലാഹു തഖാഫു അലൈഹി, അള്ളാഹിൻ്റെ റഹ്മത്ത് നമുക്ക് പ്രതീക്ഷിക്കാം, അയാളെ സംബന്ധിച്ച് നമുക്ക് ഭയപ്പെടുകയും ചെയ്യാം. വലാ തദ്രി മാ യസ്ബഖു ലഹു ഇൻദൽ മൗത്ത് ഇലല്ലാഹി മിനൻ നദം വമാ അഹ്ദസ അല്ലാഹു ഫി ദാലിക്കൽ വഖ്തി ഇദാ മാത അലൽ ഇസ്ലാം. മരിക്കുന്ന സമയത്ത് ഏത് അവസ്ഥയിലാണ് മരിച്ചത് നമുക്ക് അറിയാൻ പറ്റില്ല. ഒരാൾ തിന്മ ചെയ്ത ആളാണെങ്കിൽ മരിക്കുന്നതിൻ്റെ അടുത്ത് വെച്ച് അയാൾ ദുഃഖിക്കുകയും തൗബ ചെയ്യുകയും ചെയ്തിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി നല്ലതായിട്ട് നമ്മൾ കണ്ട ഒരാൾ ഇസ്ലാമിൽ തന്നെയാണ് മരിച്ചതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. തർജു ലഹു റഹ്മ, നമ്മൾ റഹ്മത്ത് പ്രതീക്ഷിക്കുക. തഖാഫു അലൈഹി ദുനൂബ, അവരുടെ തിന്മകളുടെ കാര്യത്തിൽ നമ്മൾ ഭയപ്പെടുകയും ചെയ്യുക. വമാ മിൻ ദംബിൻ ഇല്ലാ വലിൽ അബ്ദി മിൻഹു തൗബ, ഏതൊരു തിന്മ ഉണ്ടോ അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? തൗബ ചെയ്യാനും അടിമക്ക് സാധിക്കുമെന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വിഷയത്തിൽ, ഒരു ആലിമിൻ്റെ വിഷയത്തിൽ, ഒരു വലിയൻ്റെ വിഷയത്തിൽ നമുക്ക് ഉറപ്പിച്ച് സാക്ഷ്യം പറയാൻ പറ്റില്ല. ഇന്ന ആൾ വലിയാണ് അല്ലെങ്കിൽ ഇന്ന ആൾ സ്വർഗാവകാശിയാണ്, ഇന്ന ആൾ അള്ളാൻ്റെ ആളാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിഷയം. വല്ലാഹു അലം. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.